ഇതെന്താ ഇത്രമാത്രം വലിയ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളും ഉണ്ടാകും. കാരണം ഇത് വളരെ സാധാരണീകരിക്കപ്പെട്ട് കഴിഞ്ഞു കേരളത്തിൽ. ഓരോ മനുഷ്യൻ്റെയും ഫോണിനകത്തേക്ക് ഇത് നിരന്തരമായിട്ട് ഇത്തരം പേജുകൾ ഇങ്ങനെ പുഷ് ചെയ്യുന്ന വിഷ്വൽസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ വളരെ പ്രായക്കാരായിട്ടുള്ള പുതുമുഖങ്ങളായിട്ടുള്ള സിനിമാ നടിമാർ തൊട്ട് വളരെ മുതിർന്ന നടിമാർ വരെയുള്ള ആളുകളുടെ അവരൊട്ടും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഇമേജുകളും ദൃശ്യങ്ങളും ഇങ്ങനെ വന്ന് ഓരോ മനുഷ്യൻ്റെയും മലയാളിയുടെയും ഫോണിൽ വന്ന് നിറയുകയാണ് എന്നൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ സാബുമോൻ ഈ ചെയ്തിരിക്കുന്നത് വളരെ മികച്ച കാര്യമായി പോയി എന്ന തോന്നലാണ് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായത്. ആ മേഖലയിൽ നിന്ന് തന്നെ ഇതിനെതിരായിട്ടൊരു സ്വരം ഉയരുന്നത് ആദ്യമായിട്ടാണ് എന്നതാണ്. മുമ്പൊരിക്കൽ അമ്മയോ അല്ലെങ്കിൽ മാക്ടോ ഏതോ ഒരു സംഘടന ഇത്തരം അനുവാദമില്ലാതെ ഷൂട്ട് ചെയ്യുന്നത് തടയാൻ ശ്രമിക്കുമെന്നോ മറ്റൊരു പ്രസ്താവന നടത്തി ഞാൻ കണ്ടിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോയിട്ടില്ല എന്ന് നമുക്കറിയാം. പിന്നെ അനശ്വര രാജനെ പോലുള്ള ചില ചെറുപ്പക്കാരായുള്ള നടിമാർ, സിനിമാ പ്രവർത്തകർ ചില നിയമ നടപടികൾക്കോ മറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾക്കോ മറ്റോ പുറപ്പെട്ടിരുന്നു എന്ന് വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്. പക്ഷേ അതൊന്നും ഇവരെ തടയാനുള്ള പ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. ഇത് വളരെ സാധാരണമായൊരു കാര്യമാണല്ലോ. ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ ഏത് ആംഗിളിലുള്ള ദൃശ്യങ്ങളും ചിത്രീകരിക്കാം എന്നത് വളരെ സാധാരണമായൊരു കാര്യമാണല്ലോ എന്നാണിപ്പോൾ ഒരു സാധാരണഗതിയിൽ മലയാളി മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും സാംസ്കാരിക നായരുടെ ശബ്ദം അതിനെതിരെ വരുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. എന്തെങ്കിലും അത്ഭുതപ്പെടുന്നൊരു കാര്യമാണെന്ന് ആരും വിചാരിക്കുന്നേ ഇല്ല. വളരെ സാധാരണമായൊരു കാര്യമായിട്ട് അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല. അതായത് ഏത് തരം കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഇപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ഏത് മനുഷ്യനും അവരുടെ ശരീരം എങ്ങനെയാണോ ദൃശ്യങ്ങളിൽ പെടേണ്ടത് എന്നത് അവർക്കാണ് അവകാശം. അങ്ങനെയാണ്, അവരുടെ അധികാരമാണത്. അല്ലാതെ ഏത് വിധേനയും ഏത് ആംഗിളിലും ആണിൻ്റെയും പെണ്ണിൻ്റെയും അവർ ഇരുവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളുടെയും ദൃശ്യങ്ങളെടുത്ത് പരത്തുക എന്നത് ആരുടെയും അവകാശമല്ല. പക്ഷേ ഇതിങ്ങനെ ഇത്രക്ക് നഗ്നമായുള്ളൊരു നിയമലംഘനം ഇങ്ങനെ ആവർത്തിച്ച് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മറ്റുള്ളിടങ്ങളിലും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ അതിര് കടന്നു പോയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ സാബു എനിക്ക് തോന്നുന്നു ആ ഷൂട്ട് ചെയ്തതിലൂടെ വ്യക്തമാക്കിയെന്ന് തോന്നുന്നു.